നാഗമണിക്ക് എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശേഷം പാലസിൽ വരുന്ന രൂപയ്ക്ക് റൂമിൽ നിന്ന് ഒരു ലെറ്റർ കൂടി കിട്ടുകയാണ്. അരമണിക്കൂറിനകം ഇവിടെ നിന്ന് പോയില്ല എങ്കിൽ നിന്റെ സത്യം എല്ലാവരും അറിയുമെന്ന് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്ന രൂപയ്ക്ക് ആരായിരിക്കും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രൂപ. അടുത്ത സീനിൽ രൂപയുടെ റൂമിൽ വരുന്ന ബുൽബുല് രൂപയുടെ റൂം പരിശോധിക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ രൂപ വരുന്നു. രൂപ ബുൽബുലിനോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വന്നതാണോ? ഞാൻ പെട്ടെന്നൊന്നും ആരെയും അങ്ങനെ വിശ്വസിക്കുകയില്ല. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാനാണോ ഇവിടേക്ക് വന്നത്? എന്റെ ഡാഡിയെ നിങ്ങൾ ഒന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ബുൽബുലിന്റെ ഡാഡിയെ എന്ത് ചെയ്യാനാണ്? ഞാൻ സത്യസന്ധരെയും നിരപരാധികളെയും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് രൂപ പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ രൂപ ബുൽബുലിനോട് എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് ഹെൽപ്പ് വേണമെന്ന് തോന്നിയാലും എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞ് ബുൽബുലിനെ കൊണ്ട് രൂപ പ്രോമിസ് ചെയ്യിക്കുകയാണ്. രണ്ടുപേരും കയ്യിലെ ചെറുവിരൽ ചേർത്ത് പിടിച്ച് പ്രോമിസ് ചെയ്യുകയും ബുൽബുൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ബുൽബുൽ പോകുന്നത് കാണുന്ന രൂപയ്ക്ക് ബുൽബുലിനെ കാണുമ്പോൾ സ്വന്തമെന്ന് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് രൂപ. അടുത്ത സീനിൽ മോഹിനിയുടെ റൂമിൽ മോഹിനി ഇല്ലാത്ത സമയം നോക്കി രൂപ കയറുന്നു. രൂപ റൂമിന്റെ അകത്ത് കയറുന്നതും അവിടേക്ക് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ബോല വരുന്നു. ബോലയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് രൂപ. ബോല രൂപയുടെ അടുത്ത് പോയിട്ട് പോക്കറ്റിൽ നിന്ന് രൂപയുടെ ഫോൺ എടുത്ത് രൂപയുടെ കയ്യിൽ കൊടുക്കുകയാണ്. പുറത്തു നിന്ന് കിട്ടിയതാണ്, കാണുമ്പോൾ തരാമെന്ന് വിചാരിച്ച് കയ്യിൽ വെച്ചിരുന്നതാണെന്ന് പറയുകയാണ് ബോല. ഫോണ് കയ്യിൽ വാങ്ങുന്ന രൂപ ബോലയോട് ഈ അലമാരയിൽ വലിയ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ആ അലമാരയിൽ മോഹിനി മാഡത്തിന്റെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മാഡം ആ അലമാരയുടെ താക്കോൽ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുമെന്ന് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന രൂപയ്ക്ക് ഈ അലമാരയിൽ മോഹിനി എന്തോ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. എത്രയും പെട്ടെന്ന് അലമാരയുടെ താക്കോൽ എടുക്കണമെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രൂപ. ശേഷം ബുൽബുല് ദേവികയെയും മോഹിനിയെയും ദേവിനെയും വിളിച്ചുകൊണ്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ബുൽബുൽ അവരെ രൂപയുടെ അടുത്തേക്കാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. രൂപയെ കാണുന്ന ദേവ് രൂപയോട് ബുൽബുലിനെ കൊണ്ട് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. രൂപ ദേവിനോട് എൻഗേജ്മെന്റിന് എല്ലാവരും വരുമ്പോൾ ദേവിന്റെയും മോഹിനിയുടെയും ഡാൻസ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് പറയുകയാണ്. ആ പ്ലാന് ദേവിക്ക് ഇഷ്ടപ്പെടുകയാണ്. ദേവ് അതൊന്നും വേണ്ട എന്ന് പറയുന്നത് കേൾക്കുന്ന രൂപ മോഹിനിയോട് ഡാൻസ് ചെയ്യുന്നത് നല്ലതാണ്, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ എൻഗേജ്മെന്റ് കാണാൻ വരുന്നവർക്ക് ദേവിന്റെ മുഖം കണ്ടാൽ ബോർ അടിക്കും. ഡാൻസ് ഉണ്ടായിരുന്നു എങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി ദേവിനോട് ഡാൻസ് ചെയ്യാമെന്ന് പറയുകയാണ്. ദേവ് മോഹിനിയോട് ദേവിന് ഡാൻസ് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ രൂപ ഡാൻസ് പറഞ്ഞു കൊടുക്കാമെന്ന് പറയുകയാണ്. ദേവികയും കൂടി നിർബന്ധിക്കുമ്പോൾ ദേവ് സമ്മതിക്കുകയാണ്. ദേവിക എൻഗേജ്മെന്റിന്റെ മോതിരം സെലക്ട് ചെയ്യണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ശേഷം ദേവികയും മുത്തശ്ശനും കൂടി മോതിരം സെലക്ട് ചെയ്യുകയാണ്. ദേവിക സെലക്ട് ചെയ്യുന്ന മോതിരം മുത്തശ്ശന് ഇഷ്ടപ്പെടുന്നു. ദേവിക സെലക്ട് ചെയ്ത മോതിരം സൂരജിനെയും ചാന്ദിനെയും കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന ചാന്ദിനി സെലക്ട് ചെയ്യുമ്പോൾ പോക്കറ്റിലെ കാശ് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. മരുമകൾക്ക് വേണ്ടി ഇത്രയും വില കൂടിയ ഡയമണ്ട് വാങ്ങുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. കുടുംബത്തിലെ ഇളയ കുട്ടിയായതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ ഡയമണ്ട് ആണ് എന്നൊക്കെ അവരുടെ വിഷമങ്ങൾ പറയുകയാണ്. മുത്തശ്ശൻ ദേവികയെയും ചാന്ദിനെയും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന സൂരജ് മുത്തശ്ശനോട് മുത്തശ്ശൻ എപ്പോഴും മൂത്ത മകനും മൂത്ത മകന്റെ ഫാമിലിയും ദേവിനെയുമാണ് ഏറ്റവും ഇഷ്ടം. എല്ലാം ചേട്ടന് തന്നെയാണ് കിട്ടിയത്. എന്റെ അവകാശത്തെ പറ്റി ആരും അറിഞ്ഞില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കും. ചിലവാക്കുന്നത് മൂത്ത മകന്റെ ഫാമിലിക്ക് വേണ്ടി മാത്രം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾ എല്ലാവരുടെയും പോലെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. അത് കണ്ട് വിഷമം വരുന്ന ദേവിക കയ്യിലിരിക്കുന്ന മോതിരം തിരിച്ചു കൊടുക്കുന്നത് കാണുന്ന മുത്തശ്ശൻ ദേവികയോട് ദേവിക സെലക്ട് ചെയ്ത മോതിരം വാങ്ങിയാൽ മതി എന്ന് പറയുകയാണ്. മറുവശത്ത് ഡാൻസ് ചെയ്യുന്നത് കൊണ്ട് രൂപ ദേവിനോടും മോഹിനിയോടും വാച്ചും ഓർണമെന്റ്സും അഴിച്ചു മാറ്റി വെക്കാൻ പറയുകയാണ്. മോഹിനി അലമാരയുടെ താക്കോല് ഇടുപ്പിൽ ഒരു ചെയിനിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് മാത്രം മോഹിനി ഊരി വെക്കാത്തത് കാണുന്ന രൂപ മോഹിനിയോട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് രൂപ. അതെല്ലാം ഞാൻ മാനേജ് ചെയ്യാമെന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന ദേവ് മോഹിനിയോട് ഇവിടെ തന്നെ അല്ലേ ഊരി വെക്കുന്നത്, ആരും എടുക്കില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന മോഹിനി ദേവിന്റെ വാക്ക് കേൾക്കുകയാണ്. ദേവ് പറഞ്ഞ ഉടൻ മോഹിനി താക്കോല് കെട്ടിയിട്ടിരിക്കുന്ന ചെയിന് ഊരി വെക്കുകയാണ്. ദേവ് പറഞ്ഞ ഉടൻ മോഹിനി കേട്ടത് കൊണ്ട് ഡൗട്ടോട്ട് നിൽക്കുകയാണ് രൂപ. ദേവിനോട് രക്ഷസിന് സത്യത്തിലും സ്നേഹമാണോ എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രൂപ. ശേഷം രൂപയും ബുൽബുലും
ഡാൻസ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ദേവും മോഹിനിയും ഡാൻസ് ചെയ്യുകയാണ്. അവർ ഡാൻസ് ചെയ്യുന്നത് കണ്ട് ബുൽബുൽ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന രൂപ ബുൽബുലിനോട് കാര്യം ചോദിക്കുമ്പോൾ കുറെ ഹോംവർക്ക് എഴുതാനുണ്ട്, അതിന്റെ ടെൻഷനിലാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന രൂപ ബുൽബുലിനോട് പോകാൻ പറയുകയാണ്. ബുൽബുൽ അവിടെ നിന്ന് പോകുന്ന സമയം മോഹിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന രൂപ മ്യൂസിക് മാറ്റിയിട്ട് ദേവിന്റെ അടുത്ത് പോയി ഡാൻസ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം മോഹിനി കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ദേവ് കൈ മാറ്റുമ്പോൾ രൂപ തറയിൽ വീഴുകയാണ്. തറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന രൂപ ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണുന്ന ദേവ് രൂപയോട് ഇനി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് മുമ്പ് എന്നോട് അനുവാദം ചോദിക്കണം, ദൂരെ നിന്ന് പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. രണ്ടുപേരും ഉടക്കി നിൽക്കുന്നത് കാണുന്ന മോഹിനി രണ്ടുപേരോട് പിണക്കം മാറിയെങ്കിൽ ഡാൻസ് ചെയ്യാമെന്ന് പറയുകയാണ്. ശേഷം ദേവും മോഹിനിയും ഡാൻസ് ചെയ്യുകയാണ്. ആ സമയം നോക്കി രൂപ താക്കോല് ഒരു സോപ്പിൽ പ്രസ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. അത് കാണുന്ന രൂപ സൂപ്പർ ഡാൻസ് ആയിരുന്നു, ഇന്ന് ഇത്രയും പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങളുടെ സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് രൂപ അവിടെ നിന്ന് പോകുന്നു. ദേവും മോഹിനിയുടെ സാധനങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. ശേഷം സോപ്പുമായി പോകുന്ന രൂപ എത്രയും പെട്ടെന്ന് താക്കോൽ ഉണ്ടാക്കി മോഹിനിയുടെ അലമാര തുറന്നു നോക്കണം, ആ 3 കൊലപാതകികളെ കുറിച്ച് അപ്പോഴേ എനിക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് രൂപ പോകുമ്പോൾ ഓപ്പോസിറ്റായി വരുന്ന ബോലയുമായി കൂട്ടിയിടിക്കുകയാണ്. രൂപയുടെ കയ്യിൽ ഇരിക്കുന്നത് പോലെയുള്ള സോപ്പായിരുന്നു ബോലയുടെ കയ്യിലുണ്ടായിരുന്നത്. ബോല ദേവിന് കുളിക്കാൻ വേണ്ടി സോപ്പുമായി പോവുകയായിരുന്നു. ബോല ഒരു സോപ്പ് എടുത്ത് രൂപയുടെ കയ്യിൽ കൊടുത്തിട്ട് മറ്റേ സോപ്പുമായി അവിടെ നിന്ന് പോകുന്നു. രൂപ കയ്യിലിരിക്കുന്ന സോപ്പ് നോക്കുമ്പോൾ അത് താക്കോലിന്റെ അടയാളമുള്ള സോപ്പല്ല എന്ന് അറിയുന്ന രൂപ ബോലയുടെ പുറകെ പോവുകയാണ്. ദേവിന്റെ റൂമിൽ പോകുന്ന ബോലയുടെ കയ്യിൽ നിന്ന് സോപ്പും ടവലും വാങ്ങുന്ന ദേവ് രൂപ നിൽക്കുന്നത് കാണുകയാണ്. ദേവ് രൂപയോട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ രൂപ വിക്കി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അവസാനം ടവൽ വേണമായിരുന്നു, അത് ബോലയോട് ചോദിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ദേവ് ബോലയോട് ടവൽ എടുത്ത് കൊടുക്കാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ബോല അവിടെ നിന്ന് പോകുന്നു. ദേവ് രൂപയോട് റൂമിന്റെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ദേവ് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. ദേവ് സോപ്പ് കണ്ടാൽ പ്രശ്നമാകും, എനിക്ക് ആ സോപ്പ് എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ, എന്നോട് ക്ഷമിക്കണം മഹാദേവ, ഞാൻ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് രൂപ ദേവിന്റെ ബാത്റൂമിന്റെ അകത്തേക്ക് കയറുകയാണ്. കണ്ണടച്ചും പേടിച്ചുമാണ് രൂപ അതിന്റെ അകത്തേക്ക് കയറുന്നത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും മോഹിനിയുടെ അലമാരിയെ തുറക്കാനുള്ള താക്കോൽ എടുക്കണം, എന്റെ ശങ്കറിന്റെയും കുഞ്ഞിന്റെയും കൊലപാതകികൾ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് രൂപ കുളിക്കുന്ന ദേവിന്റെ അടുത്തേക്ക് പോവുകയാണ്. രൂപ ആദ്യം വെള്ളം വരുന്ന കണക്ഷൻ ഓഫ് ചെയ്യുന്നു. മുഖത്ത് സോപ്പ് പതയുള്ളത് കൊണ്ട് ദേവ് കണ്ണ് തുറക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ശേഷം ടവൽ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇരിക്കുന്ന സോപ്പ് എടുത്തിട്ട് കയ്യിലിരിക്കുന്ന സോപ്പ് അവിടെ വയ്ക്കുന്ന രൂപ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മോഹിനിയുടെ അലമാര തുറക്കുന്ന രൂപയ്ക്ക് ആ അലമാരയുടെ അകത്ത് നിന്നും ഒരു ഫോൺ കിട്ടുന്നു. ആ ഫോൺ പരിശോധിക്കുന്ന രൂപയ്ക്ക് ആ ഫോണിൽ 3 പേരുടെ നമ്പർ മാത്രമേ സേവ് ചെയ്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവുകയാണ്. ആ 3 പേർ രൂപ അന്വേഷിക്കുന്ന മുഖംമൂടികളാണെന്ന് ഡൗട്ട് തോന്നുന്ന രൂപ അവർക്ക് 3 പേർക്ക് മെസ്സേജ് ഇടുകയാണ്. ശങ്കറിനെ കൊന്ന സ്ഥലത്ത് 5 മണിക്ക് വരണം, എമർജൻസി ആണെന്ന് മെസ്സേജ് ഇട്ടതിന് ശേഷം രൂപ ഫോണിൽ നിന്ന് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു. ഈ സമയം മോഹിനി രംഭയോട് ആരായിരിക്കും എന്റെ റൂമിൽ ഗിഫ്റ്റ് ബോക്സ് വെച്ചത്, അവരാരായാലും എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചതിന് അവരെ എന്റെ കൈ കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ് മോഹിനി റൂമിന്റെ അകത്ത് കയറുന്നതും രൂപയെ മോഹിനി കാണുന്നു. പെട്ടെന്ന് മോഹിനിയെ കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് രൂപ. മോഹിനി രൂപയോട് എന്റെ റൂമിൽ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ്. ഞാൻ മോഹിനി മാഡത്തിനെ കാത്തിരിക്കുകയായിരുന്നു, മാഡത്തിന്റെ ഈ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഞാനൊരു ബ്യൂട്ടി പാക്ക് കൊണ്ടുവന്നതാണ്. അത് കേൾക്കുന്ന മോഹിനിക്ക് സന്തോഷം തോന്നുകയാണ്. ഈ ഒരു കാര്യം ഞാൻ വേണ്ട എന്ന് എങ്ങനെ പറയും, എന്റെ സൗന്ദര്യത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് മോഹിനി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന രൂപ കയ്യിൽ ഇത് വച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നു എങ്കിൽ എന്റെ കാര്യം തീർന്നേനെ എന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് രൂപ. നിന്നെ പോലെ ഇരിക്കുന്ന പാർവിന് എന്നെ വെറുപ്പായിരുന്നു, പക്ഷെ നീ എന്നെ എന്ത് കെയറിങ് ആയാണ് നോക്കുന്നത് എന്ന് പറയുകയാണ് മോഹിനി. പാർവ് ആരാണെന്ന് എങ്ങനെയുള്ളവളാണെന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ മോഹിനി മാഡത്തിന് ഈ ബ്യൂട്ടി പാക്കിലുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാഡത്തിന്റെ പുറകെ മുഴുവൻ ദിവസവും ദേവ് നടക്കുമെന്ന് പറയുകയാണ്. രംഭയോടും ബ്യൂട്ടി പാക്ക് ഉപയോഗിക്കാൻ പറയുമ്പോൾ രംഭയ്ക്ക് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. രംഭ പോകുന്നത് കാണുന്ന രൂപയ്ക്ക് ആ 3 പേരിൽ ഒരാൾ രംഭ ആയിരിക്കുമോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം മോഹിനിക്ക് രൂപ ബ്യൂട്ടി പാക്ക് ചെയ്തു കൊടുത്ത് ചെയറിൽ ഇരുത്തുകയാണ്. എന്നിട്ട് രൂപ മോഹിനിയോട് 2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം, അനങ്ങാനോ എഴുന്നേൽക്കാനോ സംസാരിക്കാനോ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഫലമൊന്നും ഉണ്ടാകില്ല, എല്ലാം ഓപ്പോസിറ്റ് ആകും, പാടുകളും അലർജികളും വരുമെന്ന് പറയുകയാണ്. ഇതെല്ലാം വിൻഡോയുടെ അടുത്ത് നിൽക്കുന്ന ബുൽബുല് കേൾക്കുന്നു. അത് കേട്ട് ബുൽബുല് സന്തോഷത്തോടെ നിൽക്കുകയാണ്. 2 മണിക്കൂർ അനങ്ങാതെ ഇരിക്കാമെന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന രൂപ അവിടെ നിന്ന് പോകുന്നു. ആരൊക്കെയാണ് ഈ സമയത്ത് പാലസിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് രൂപ. ആദ്യം ദേവിക വരുന്നു, ശേഷം മുത്തശ്ശൻ വരുന്നു. ദേവികയും മുത്തശ്ശനും ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് പറയുന്ന
പറയുന്ന സമയം അവിടെ രമണ രംഭയും വരുന്നു. തുടർന്ന് അവിടെ വരുന്ന ബോലയും കൂടി ചേർന്ന് അവരെല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് സൂരജിനെയും ചാന്ദിനിയെയും കണ്ടില്ല എന്ന കാര്യം രൂപ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് രൂപ അവരെ അന്വേഷിച്ചു പോകുന്നു. ഈ സമയം മോഹിനിയുടെ അടുത്ത് പോകുന്ന ബുൽബുല് മോഹിനിയുടെ കണ്ണിൽ വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കുകയാണ്. അതെല്ലാം കണ്ട് ദേഷ്യം വന്നിരിക്കുകയാണ് മോഹിനി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കാണുന്ന ബുൽബുല് മോഹിനിയോട് രൂപ പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ എന്നെ എപ്പോഴും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യും. എനിക്ക് പലപ്പോഴുമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത് എന്ന് പറഞ്ഞ് ബുൽബുല് മോഹിനിയുടെ മേക്കപ്പ് സാധനങ്ങൾ എടുക്കുന്നത് കാണുന്ന മോഹിനി മാന്ത്രിക മുടി കൊണ്ട് ബുൽബുലിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ബുൽബുൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നു. മോഹിനിയുടെ മാന്ത്രിക മുടി കാരണം മോഹിനിയുടെ മേക്കപ്പ് സാധനങ്ങൾ റൂമിലിരിക്കുന്ന ഫ്ലവർ വേസും എല്ലാം താഴെ വീഴുകയാണ്. മറുവശത്ത് സൂരജിന്റെ റൂമിന്റെ വിൻഡോയിലൂടെ നോക്കുന്ന രൂപ സൂരജും ചാന്ദിനിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ശേഷം അവർ സിനിമ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കാണുന്ന രൂപയ്ക്ക് വീട്ടിലുള്ള എല്ലാവരും ഓരോ കള്ളങ്ങൾ പറഞ്ഞ് പുറത്തു പോയിരിക്കുകയാണ്. അവർ 3 പേരെ കാണണമെങ്കിൽ 5 മണിക്ക് മെസ്സേജിൽ പറഞ്ഞ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് രൂപ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ദേവിന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സ് കിട്ടി എന്ന് പറഞ്ഞ് ദേവിക അവിടേക്ക് വരികയാണ്. ദേവിക രൂപയുടെ കയ്യിൽ ദേവിനുള്ള ഡ്രസ്സ് കൊടുത്തിട്ട് ദേവിന് ഈ ഡ്രസ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകണം എന്ന് ദേവിക പറയുകയാണ്. രൂപയ്ക്ക് ദേവികയിൽ ഡൗട്ട് തോന്നുകയാണ്. ആ സമയം അവിടെ വരുന്ന ദേവ് രൂപയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് പിടിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് എനിക്ക് ആരുടെയും ഹെൽപ്പിന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ദേവ്. അത് കേൾക്കുന്ന ദേവിക ദേവിനെ നിർബന്ധിക്കുമ്പോൾ ദേവ് സമ്മതിക്കുകയാണ്. ശേഷം ദേവിക അവിടെ നിന്ന് പോകുന്നു. രൂപയ്ക്ക് 3 മുഖംമൂടികൾ വരുമ്പോൾ അവരെ കാണാൻ കഴിയാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്റെ കുടുംബത്തിനെ കൊന്നവർ ആരാണെന്ന് അറിയാൻ പറ്റുന്ന ആ സമയം തന്നെ ഇയാളുടെ ജോലി പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന രൂപ ദേവിന്റെ പുറകെ പോവുകയാണ്. മറുവശത്ത് ബുൽബുൽ മോഹിനിയോട് എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അനങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന മോഹിനിയെ കളിപ്പിക്കുകയാണ് ബുൽബുൽ. എന്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് മോഹിനി പറയുന്നത് കേൾക്കുന്ന ബുൽബുൽ എന്നെ പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഈ സമയം രൂപ ദേവിനോട് പെട്ടെന്ന് എല്ലാ ഡ്രസ്സും ഇട്ട് നോക്കാൻ പറഞ്ഞ് ബഹളം വെച്ച് ഡോറിന് പുറത്ത് നിൽക്കുകയാണ്. ഈ ജോലി മാത്രമല്ല, എനിക്ക് ഒത്തിരി ജോലികൾ ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ പറയുകയാണ് രൂപ. ആ സമയം ഡോർ തുറക്കുന്ന ദേവ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, വേറെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്യുകയാണ്. ടൈം 5 മണി ആയതിന്റെ ടെൻഷനിൽ നിൽക്കുകയാണ് രൂപ. മറുവശത്ത് ഈ സമയം ആ മുഖംമൂടികളായ 3 പേരും രൂപ മെസ്സേജിൽ പറഞ്ഞ സ്ഥലത്ത് വരികയാണ്. രൂപ ഡോറിൽ തട്ടി ബഹളം വെച്ച് നിൽക്കുകയാണ്. ആ സമയം പുറത്തു വരുന്ന ദേവിനെ കണ്ട് രൂപ സൂപ്പർ ഡ്രസ് ആണ്, കണ്ടാൽ ഹീറോയെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ദേവ് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്യുകയാണ്. ദേവിന്റെ പ്രവൃത്തി കണ്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് രൂപ. മറുവശത്ത് ആരെയും അവിടെ കാണാത്തത് കൊണ്ട് മുഖംമൂടികൾ പോകാൻ തുടങ്ങുമ്പോൾ ആ സമയം അവർ രൂപ വെച്ച കെണിയിൽ വീഴുകയാണ്. അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ശേഷം ദേവ് രൂപയോട് റൂമിന്റെ അകത്തേക്ക് കയറി വരാൻ പറയുകയാണ്. റൂമിന്റെ അകത്ത് കയറി വരുന്ന രൂപയോട് ദേവ് ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ഈ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്താൽ ക്യാമറ തന്നെ പൊട്ടിപ്പോകും, നമുക്ക് വേറൊരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് രൂപ പറയുന്നത് കേൾക്കുന്ന ദേവ് ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് രൂപ. രൂപയ്ക്ക് ആ 3 മുഖംമൂടികൾ ആരാണെന്ന് അറിയാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്